കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ട അതിക്രമത്തിൽ പ്രതിഷേധിച്ച് റാലിയും പൊതുസമ്മേളനവും നടത്തി. ഇരിഞ്ഞാലക്കുട കിഴക്കേപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുസമ്മേളനം കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ, മദർ സിസ്റ്റർ റോസലി, ട്രസ്റ്റി തോമസ് തൊകലത്ത്, സെക്രട്ടറി റോബി കളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലയ്ക്കൽ, വൈസ് പ്രസിഡന്റ് ഷാജു കണ്ണംകുളത്തി, രൂപതാ കൗൺസിലർ ടെൽസൺ കോട്ടോളി, ജോയിന്റ് സെക്രട്ടറി വർഗീസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ സ്മരണകൾ പുതുക്കി നസ്രാണി ക്രൈസ്തവരുടെ പരമ്പരാഗത വേഷമണിഞ്ഞ് കുരുന്നുകൾ ദിവ്യബലിയിലും വിശ്വാസ പരിശീലനത്തിലും പങ്കെടുത്തത് വേറിട്ട അനുഭവമായി. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഹൈറേഞ്ച് മേഖലയിലുള്ള ചേമ്പളം സെന്റ് മേരീസ് ഇടവകയിലാണ് അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികൾ പരമ്പരാഗത വേഷമണിഞ്ഞ് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തത്. വിശുദ്ധരെ കൂടുതൽ അറിയുവാനും അവർ വിശുദ്ധിയിലേക്ക് നടന്നെടുത്ത വഴികൾ പഠിക്കുവാനും അതുവഴിയെ സഞ്ചരിച്ച് നമുക്കും വിശുദ്ധരായി തീരുവാനും ഇത്തരം സ്മരണകൾ പ്രചോദനമാകണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള വേറിട്ട ആചരണം നടത്തിയത്. ഫാദർ ജെയിംസ് വെൺമന്തറ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമം ഭരണഘടനയ്ക്ക് നിരക്കാത്തതെന്ന് കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിയത് നിയമവാഴ്ച തകർന്നതിൻ്റെയും നിയമസംവിധാനങ്ങൾ പക്ഷപാതപരമായി മാറുന്നതിൻ്റെയും തെളിവാണെന്നും അഭിമന്യ അംബ്രോസ് പിതാവ് വിശദമാക്കി. വടക്കേ ഇന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അപലപനീയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ദൈവം കൂടെയുള്ളവരെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും വേദനകളും ദുഃഖങ്ങളും ദൈവിക പരിരക്ഷയുള്ള വിശ്വാസികളെ സ്പർശിക്കില്ലെന്നും വ്യക്തമാക്കി. മുഹമ്മ സെന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ നടന്ന കാർപ്പ് ഹെൽപ്പ് ഡെസ്കിന്റെ അതിരൂപത തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിലെ ക്രൈസ്തവ വേട്ടയ്ക്ക് അവസാനമുണ്ടാകണമെന്ന് കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ആരെങ്കിലും മതസ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ 20ഓളം നിയമവകുപ്പുകൾ രാജ്യത്തുണ്ടായിരിക്കുമ്പോൾ മതപരിവർത്തന നിയമം ഉണ്ടാക്കി ഇതിന്റെ മറവിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങൾക്ക് അവസാനമുണ്ടാകണമെന്നും ഛത്തീസ്ഗഡിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും CBCI ലൈറ്റി കൗൺസിൽ ആഞ്ഞടിച്ചു. ഛത്തീസ്ഗഡിൽ മനുഷ്യകടത്തും മതപരിവർത്തനവും ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരള കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. സംഭവം രാജ്യത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് കളങ്കം വരുത്തിയെന്നും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ BJP സർക്കാരുകൾ നടത്തുന്ന തുടർച്ചയായ കടന്നാക്രമങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണിതെന്നും പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോയ് കൊന്നക്കൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റ്യാനിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. ബിനു മണ്ഡപം, VV സേവി, CJ ജോൺ, ബിനു ഇലവുങ്കൽ, ബിജു പുതുക്കള്ളി, ജോസഫ് ഇലവുങ്കൽ, CP പന്തപ്പാട്ട്, റോഹൻ പൗലോസ്, നോബിൻ ചെരിപ്പുറം, ഏലമ്മ ജോസഫ്, അലക്സാണ്ടർ ഇല്ലിക്കുന്നുപുറം, ജോസ് മണ്ഡപം എന്നിവർ പ്രസംഗിച്ചു. മലമേൽ പള്ളിയുടെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. പാല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ക്രിസ്റ്റി പന്തലാനി ആഘോഷമായി തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. വിശുദ്ധ അൽഫോൻസാമയുടെ നൊവേന പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഫാദർ പോൾ ചിറപ്പുറത്ത് പ്രദക്ഷിണത്തിനും ലതീഞ്ഞ് പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് ആദ്യമായി അൽഫോൻസ് നാമധാരികളുടെ സംഗമം നടത്തി വികാരി ഫാദർ സ്കറിയ വേഗത്താനം അൽഫോൻസ് നാമധാരികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തിരുനാളിൽ പങ്കെടുത്ത എല്ലാവർക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. ഭരണഘടന ഉറപ്പുതരുന്ന മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ലംഘിക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 കത്തോലിക്ക സന്യാസിനികളെ മനുഷ്യാവകാശത്തിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാലായിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനുമെതിരായതും ന്യൂനപക്ഷ വിരുദ്ധവുമായ ഛത്തീസ്ഗഡ് പോലീസിന്റെ ഈ നടപടി ജനാധിപത്യ ഭാരതത്തിന് അപമാനമാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി രൂപത കൽപ്പറ്റ വൈദിക ജില്ല ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ 72ാം ഓർമ്മ പെരുന്നാളനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തപ്പെട്ടു. വള്ളിക്കുരിശ് ആശീർവാദ കർമ്മം ഫാദർ ജോയൽ നിർവഹിച്ചു. കോരിച്ചെറിയുന്ന മഴയും കാറ്റും അവഗണിച്ചുകൊണ്ട് കൽപ്പറ്റ നഗരത്തിലൂടെ തീർത്ഥാടന പദയാത്ര ഫാദർ ജോസഫ് ചെരിപുരിയിടം ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി ഗ്വാഡലൂപ്പെ മാതാവിന്റെ ദേവാലയത്തിൽ പദയാത്രയ്ക്ക് സ്വീകരണം നൽകി. ഇടവക വികാരി ഫാദർ റോയി വലിയപറമ്പിൽ വള്ളിക്കുരിശ് ഏറ്റുവാങ്ങി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് ആഘോഷമായ ധന്യന്മാർ
ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത തിരുമേനി അനുസ്മരണ ദിവ്യബലിക്ക് ബത്തേരി രൂപത അധ്യക്ഷൻ CBCI വൈസ് പ്രസിഡന്റായ അഭിവന്യ ബിഷപ്പ് മാർ ഡോക്ടർ ജോസഫ് മാർ തോമസ് മുഖ്യ കാർമ്മികനായി. അഭിവന്യ പിതാവ് തന്നെ ഇടവകയിലെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണാർത്ഥികൾക്ക് വിശുദ്ധ കുർബാന നൽകി. വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിന് മുന്നേ ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തെ അനുസ്മരിച്ച് പ്രത്യേക പ്രാർത്ഥനയും നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഭിവന്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന ശതാബ്ദി ആഘോഷിക്കുന്ന ബദനി സന്യാസിനി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അഭിവന്യ പിതാവ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ വ്യാജ കുറ്റാരോപണം നടത്തി അറസ്റ്റ് ചെയ്തതിൽ പാലായിലെ വെള്ളിക്കുളം ഇടവകയിലെ ഭക്തസംഘടനകൾ പ്രതിഷേധിച്ചു. ഭാരതത്തിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശ സ്വാതന്ത്ര്യത്തിനെതിരായുള്ള വെല്ലുവിളിയാണ് ഭരണാധികാരികൾ സ്വീകരിക്കുന്നതെന്ന് യോഗം വിമർശിച്ചു. ജാതിമത ഭേദമന്യേ മിഷണറിമാർ ഭാരതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ജീവകാരുണ്യ ആദര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഭാരതത്തിലെ മിഷണറിമാർ. വർദ്ധിച്ചുവരുന്ന മത തീവ്രവാദവും വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടവും ഭാരതത്തിലെ ന്യൂനപക്ഷ ക്രൈസ്തവ സമൂഹത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. മതേതര ഭാരതത്തിന് കളങ്കപ്പെടുത്തുന്ന ന്യൂനപക്ഷ പീഡനത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് യോഗം പാസാക്കിയ പ്രമേയത്തിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു. കത്തോലിക്ക സന്യസ്തരെ ഇരകളാക്കി ഭീതിപ്പെടുത്തുന്ന നീക്കങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ്. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 സന്യാസിന്മാരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തതുൾപ്പെടെയുള്ള സമീപകാല സംഭവങ്ങൾ ഭാരതത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കുന്നവയാണ്. രാജ്യത്തിന്റെ മതമൈത്രിയെ തകർക്കുന്നതിലൂടെയുള്ള വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയുള്ള ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ ശ്രമങ്ങളാണ് ഇവ എന്നത് വ്യക്തമാണ്. മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ദൈവസ്നേഹത്തിലൂന്നി മനുഷ്യസ്നേഹപരമായ സേവനങ്ങളിലൂടെ രാഷ്ട്രത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകുന്ന ക്രൈസ്തവ മിഷണറിമാരെ നിശബ്ദരാക്കുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് KCMS പ്രസിഡന്റ് സിസ്റ്റർ ഡോക്ടർ ആർദ്ര SIC പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ക്രൈസ്തവ സ്നേഹം വാചകം മാത്രമാണെന്ന് KCYM സംസ്ഥാന സെക്രട്ടറി വിപിൻ ജോസഫ്. ഛത്തീസ്ഗഡിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും അറസ്റ്റിനും വിധേയരായ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും കേന്ദ്ര സർക്കാരും ഇടപെടൽ നടത്തുവാൻ തയ്യാറാകുന്നില്ലെന്ന് വിപിൻ ജോസഫ് കുറ്റപ്പെടുത്തി. ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കായി മാത്രം കണക്കാക്കുകയും മതസ്വാതന്ത്ര്യത്തെ വർഗീയതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അവസ്ഥയിലാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് സേവനം ജീവിത വ്രതമാക്കിയ സന്യാസിനികളെ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം ഹീനവും മനുഷ്യത്വരഹിതവുമാണെന്ന് KCBC മുൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് പറഞ്ഞു. കള്ളക്കേസെടുത്തും ഭീഷണിപ്പെടുത്തിയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതാകുന്നതല്ല 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്തീയത. മതതീവ്രവാദികൾ ആരോപിക്കുന്ന തരത്തിൽ മതപരിവർത്തനം ഞങ്ങളുടെ സന്യസ്തരും വൈദികരും നടത്തിയിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണം എത്രമാത്രം ഉയരുമായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു അവർ ഏറ്റെടുത്ത പ്രധാന ദൗത്യം. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് തൊഴിൽ നൽകി അതിലൂടെ അവരെ ശാക്തീകരിച്ച് നവസമൂഹം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചതിനാണ് മനുഷ്യക്കടത്ത് എന്ന നീചമായ ആരോപണം ചുമത്തിയത്. എത്രയും പെട്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പരമോന്നത നീതിപീഠവും ഇതിലിടപെട്ട് സന്യസ്തരെ മോചിപ്പിക്കുകയും ഇനിയും ഇതുപോലുള്ള കിരാത പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണമെന്നും ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.